ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സർക്കാർ. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. RSS കൂടിക്കാഴ്ചയിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ CPI സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി നൽകും. സൂര്യഗായത്രി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നത്? ഈ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ് എപ്പോഴത്തേക്ക് ഇറങ്ങും? അന്വേഷണ സംഘത്തെ തീരുമാനിക്കുക ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉത്തരവ് ഇന്നലെ രാത്രി തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ശുപാർശ ആവശ്യപ്പെട്ട് DGP നിർദ്ദേശം നൽകിയിട്ട് 5-6 ദിവസത്തിന് ശേഷമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളിൽ മേലുള്ള വിജിലൻസ് അന്വേഷണമാണ് പ്രധാനമായും നടക്കുക. ഈ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 5 പ്രധാന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഈ മലപ്പുറം പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും SP സുജിത് ദാസ് മരം മുറിച്ചു മാറ്റി അതിന്റെ ഒരു പങ്ക് ADGP MR അജിത് കുമാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി നൽകി എന്ന ഒരു ആരോപണം അത് നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ആ ആരോപണങ്ങളിൽ മേലുള്ള ഒരു അന്വേഷണം വിജിലൻസ് നടത്തും. മറ്റൊന്ന്, ബന്ധുക്കളുടെ പേരിൽ അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ്. അതിന്മേലുള്ള അന്വേഷണവും വിജിലൻസിന്റെ പരിധിയിൽ വരുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് MR അജിത് കുമാറും സുജിത് ദാസും സ്വർണം കൈപ്പറ്റി അത് വീതിച്ചെടുത്തു എന്ന തരത്തിലുള്ള ആരോപണം അൻവർ MLA ഉയർത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, കവടിയാറിൽ MR അജിത് കുമാറിന് വേണ്ടി നിർമ്മിക്കുന്ന വീടിൽ ക്രമക്കേടുണ്ട്, അതിന്റെ പണം എവിടെ നിന്നാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരും. അങ്ങനെ ഇത്തരത്തിൽ പ്രധാനമായിട്ടും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന, ഒരു അന്വേഷണമാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഇതിൽ MR അജിത് കുമാറിന്റെയും കുടുംബാംഗങ്ങളുടെയും അടക്കം മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇന്ന് എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ CPI അജിത് കുമാറിന് എതിരെയുള്ള തങ്ങളുടെ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ദേശീയ നിർവാഹക സമിതി അംഗം CPI K പ്രകാശ് ബാബു അത്തരത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം MR അജിത് കുമാറിന് എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് തന്നെ CPIയുടെ നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ മുഖ്യമന്ത്രി എടുക്കുന്ന കാര്യങ്ങൾ അത് ഒട്ടും തൃപ്തികരമല്ല CPIയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ RJD CPIയെ പിന്തുണച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് LDF കൺവീനറായ TP രാമകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു എന്നതാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് ഇരുന്നു കൊണ്ടായിരിക്കുമോ MR അജിത് കുമാർ ഈ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉൾപ്പെടെ വിധേയനാകാൻ പോകുന്നത് എന്ന ഒരു കാര്യമാണ്. ഈ ഒരു സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, സർക്കാർ കൂടുതൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ MR അജിത് കുമാറിന്റെ കാര്യത്തിൽ പുറപ്പെടുവിക്കുമോ എന്നൊരു കാര്യമാണ് ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായിട്ട് മുന്നിലുള്ളത്. വിജിലൻസ് അന്വേഷണം നേരിടുന്ന MR അജിത് കുമാർ പദവിയിൽ തുടരുമോ എന്നുള്ള കാര്യം ഇന്ന് അറിയാനാവുമെന്ന് സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നു.